ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഡ്രസ്സിലൊക്കെ എങ്ങനെ മുത്ത് പിടിപ്പിക്കാൻ നോക്കാം. ആ ഒരു മെഷീൻ എങ്ങനെയാണ്, എത്ര പൈസ എന്നും അതെങ്ങനെ പിടിപ്പിക്കാമെന്നും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ പ്ലെയിനായി കിടക്കുന്ന ഈ ഡ്രസ്സിനകത്ത് ഇതുപോലെ മുത്ത് എങ്ങനെ പിടിപ്പിച്ച് നല്ല ഡെക്കറേഷനായിട്ട് നല്ല കളർഫുള്ളാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സ് പ്ലെയിൻ ഡ്രസ്സാണ്, ഒട്ടും മുത്തൊക്കെ അല്ല, ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ ഡ്രസ്സാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീന് എൻ്റെ കുഞ്ഞുമ്മാൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിച്ച് അതിൻ്റെ ഒരു മുത്തൊക്കെ പിടിപ്പിക്കുകയാണ്. പേൾ സ്റ്റിച്ചിങ് മെഷീൻ എന്നാണ് എൻ്റെ പേര്. ഇതേ ബാഗിൽ മുത്ത് പിടിപ്പിക്കാനും അതുപോലെ തൊപ്പിയിലും അതുപോലെ കുറേ നമ്മൾക്ക് ബോൾട്ടൊക്കെ ഉണ്ട്, നട്ടും ബോൾട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ മുത്താണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് മുത്ത് പിടിപ്പിക്കാനും ചെറിയ മുത്തിനാണെങ്കിൽ ചെറിയ സൈസ് പിടിപ്പിക്കാനായാലും പറ്റുന്നതാണ്. ഇതിൽ പലതരം ഡൈകളുണ്ട്, പലതരത്തിലുള്ള മുത്തുകൾ, വലുതും ചെറുതുമായ മുത്തുകൾ ഇടാനുള്ളത് ഡൈ എന്നാണ് അതിന് പറയുക. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഈ ഒരു മെഷീനാണിത്. ഈ ഒരു മെഷീൻ്റെ വില എന്ന് വെച്ചാൽ 600 രൂപയാണ്. ഈ ഒരു മെഷീൻ നമുക്ക് സ്റ്റാൻഡാക്കി വെക്കുകയും ചെയ്യാം. എന്തെങ്കിലും സ്ക്രൂ ഒക്കെ വിട്ടിട്ട് ആ ഒരു ഹുക്കിൽ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വെക്കുകയും ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്താലും മതി. സ്ക്രൂ വെക്കാനുള്ള സ്പേസാണത്. ഇപ്പോൾ തുണീനുള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ മെഷീന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്. അതിൻ്റെ മുത്തിൻ്റെ അടിയിൽ വരുന്നത് ഈ ഒരു ഇതുപോലത്തെ ഒരു പ്രസ്സിങ് ആണ്. നാല് ഇങ്ങനെ ഒരു അഡാപ്റ്റർ പോലെ 4 എണ്ണം ഉണ്ടായിട്ട് ഒരു പ്രസ്സിങ് ആണത്. അപ്പോൾ അതിങ്ങനെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേൽഭാഗത്ത് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു മേൽഭാഗത്ത് നമുക്ക് മുത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു മുത്തിന് ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഹോളില്ലാത്ത മുത്താണ് ഈ ഒരു മെഷീനിന് വേണ്ടിയിട്ടുള്ള മുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇതുപോലെ മുത്തിൻ്റെ കറക്റ്റിലുള്ള മുത്ത് കൊള്ളുന്ന തരത്തിലുള്ള ഡൈകൾ എടുക്കാൻ നോക്കണം. നമ്മൾ ഏത് മുത്താണോ ആ ഒരു ഡൈന് കൊള്ളണമെന്ന് വെച്ചാൽ അത് എടുക്കുക. അത് ഇതുപോലെ തന്നെ ആ ഒരു മുത്തിട്ട് അടിയിൽ നമ്മൾ ആ ഹുക്കും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വടി, ഈ റെഡ് കളറുള്ളൊരു വടി അമർത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്താൽ മതി. ആ ഒരു മുത്ത് നമ്മൾ ഈ ഒരു ഷോളിൻ്റെ ഉള്ളിൽ പ്രസ്സായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ ഇത് പിടിപ്പിക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ നേരത്തെ കാണിച്ച ആ ഒരു ഹുക്ക് അടിയിൽ നന്നായിട്ട് ആ ഒരു മുത്തുമായിട്ട് പ്രസ്സായി വന്നിട്ടുണ്ട്. ഈ ഒരു 4 മൂലയുള്ള ഈ ഒരു ഹുക്കാണ് ഈ ഒരു മുത്തുമേൽ പ്രസ്സായി വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നല്ല കറക്റ്റായിട്ട് ഡ്രസ്സ് നന്നായിട്ട് വിരിച്ചിട്ടിട്ട് അതിൽ ഡോട്ടൊക്കെ ഇട്ടിട്ട് വേണം കറക്റ്റായിട്ട് ചെയ്യാൻ. വീണ്ടും അത് നമുക്ക് പറിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. നല്ല ടൈറ്റായിട്ട് പോയി നിൽക്കും. നമ്മൾ ഡ്രസ്സ് മുറിച്ചെടുത്താൽ മാത്രം പറ്റുള്ളൂ. മുത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഡൈ നമുക്ക് മാറ്റേണ്ടത്. ഈ ഒരു ഇതിൻ്റെ പേരാണ് ഡൈ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചെറിയ മുത്തിടാനുള്ള ഡൈ ആണിത്. ചെറിയതാണ് അതിൻ്റെ ഹോള്. പിന്നെ അതേപോലെ തന്നെ വലിയ സൈസിലുള്ള മുത്തിടാനുള്ളതാണ് വലിയ ഡൈ ആണിത്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിനനുസരിച്ചിട്ട് ഏത് മുത്താണോ ഇടേണ്ടതെന്നനുസരിച്ച് അതിന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള മുത്തിടാനുള്ള ഡൈ. അങ്ങനെ എല്ലാ സൈസും മുത്തിടാനുള്ള ഡൈ ഒക്കെ ഈ ഒരു മെഷീൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മേൽഭാഗം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തമ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ ആ ഡൈ നിലത്തേക്ക് വീണ് തിരിഞ്ഞ് വരുന്നതാണ്. വീണ്ടും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മേൽഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെറിയ മുത്തിടാനുള്ള ഡൈ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുത്തും ഇടാനും എല്ലാ മുത്തും ഇതാക്കാനും പറ്റും. ഡ്രസ്സിൽ പിടിപ്പിക്കാനും. ചെറിയ മുത്തലിടാനുള്ള മുത്തുകളാണിത്. ഇത് വലിയ സൈസിലുള്ള മുത്തുകളാണ്. പല കളറിലുള്ളതും പല സൈസിലുള്ളതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പിന്നെ അതേപോലെ അതിനുള്ള എന്താ പറയുക, ചെറിയ മുത്തിനും എല്ലാത്തിനും പറ്റുന്നത് ഒരേ സൈസിലുള്ള ഈ ഒരു ബാക്ക് പോർഷൻ വരുന്ന ഒരു അഡാപ്റ്ററാണ് ഉള്ളത്. ഈ ഒരു അഡാപ്റ്റർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ചെറിയ മുത്തിനും വലിയ മുത്തിനും ഒരേ സൈസാണ് വരുന്നത്, ഒന്ന് തന്നെയാണ് വരുന്നത്. നമുക്കത് അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് മേൽഭാഗത്ത് മുത്ത് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ഉള്ളിലേക്ക് കൂടെ കയറ്റി എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ചാൽ മതി. ഇതുപോലുള്ള അഡാപ്റ്റർ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്.
അപ്പം അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ മേൽഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു മുത്തും കൂടി കയറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഏതാണോ മുത്ത്, ചെറുതായാലും വലുതായാലും ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് അതൊന്ന് പിടിച്ചമർത്തി മാത്രം മതി നമ്മളുടെ ഡ്രസ്സിൽ മുത്ത് വേയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് മുത്ത് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ മുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിടണം. എന്നിട്ട് വേണം മുത്ത് അവിടെ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയത്. ഈ മെഷീന് വെച്ചിട്ട് മുത്ത് ഇപ്പം ഞാൻ ജസ്റ്റ് മുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ആ ഒരു മുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു ഹുക്ക് അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ആ ഒരു 4 ക്ലിപ്പ് ഉള്ളതുണ്ടല്ലോ, അത് കയറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ചോക്ക വെച്ചിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ ചോക്ക വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് നേരെ കൊണ്ടുവെക്കാം. നേരെ കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ ഉള്ളിൽ പ്രസ്സായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മേലേക്ക് വലിക്കുമ്പോൾ അതങ്ങോട്ട് പോരും ചെയ്യും. അതുപോലെ തന്നെ എല്ലാതും നമുക്ക് ഡ്രസ്സിൽ മൊത്തത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനത് അത് സ്റ്റാൻഡ് മേൽ വെച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു മുത്തും ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക. പെട്ടെന്ന് തന്നെ പണി ചെയ്യുന്നതാണ്. ഇത് ബാക്ക് പോർഷൻ ആയാലും നന്നായിട്ട് പിടിച്ചെടുക്കും. നമുക്ക് ഒട്ടും കഴുകിയാലോ വാഷ് ചെയ്താലോ വാഷിംഗ് മെഷീനിൽ ഇട്ടാലോ പറിച്ചെടുത്താലോ കുട്ടികൾ പറിച്ചെടുക്കാൻ നോക്കിയാലോ ഒന്നും പോരില്ല. ഡ്രസ്സ് കീറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കിട്ടുകയുള്ളൂ. അല്ലാതെ ഡ്രസ്സ് വന്ന് പോരത്തേ ഇല്ല. സ്റ്റാൻഡുമ്മൽ വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. സ്റ്റാൻഡുമ്മൽ ഇങ്ങനെ ഇതുപോലെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പറിച്ച് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചാൽ അത് പോരുന്നതാണ്. പോരുന്ന കിട്ടും. ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മുത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിലൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നതാണ്. തയ്യലൊക്കെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.